ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കാസർഗോഡ്, തൃശ്ശൂർ, പത്തനംതിട്ട ജില്ലകളുടെ LDC പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പാർട്ട് 4ൻ്റെ വിശദമായിട്ടുള്ള അനാലിസിസ് ആണ്. ഈ ഒരു ഭാഗം ലാസ്റ്റത്തെ പാർട്ടാണ്. ഇതിൽ നമ്മൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ക്വസ്റ്റ്യൻസ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 71th ക്വസ്റ്റ്യൻ ആണ്. k plus 1 by k minus 2 is equal to 0, k greater than 0 ആയാൽ k raised to 29 plus 1 by k raised to 29 minus 2ൻ്റെ വില എത്രയാകും? അപ്പം ഇത് നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ ഇക്വേഷൻ സോൾവ് ചെയ്ത് കെയുടെ വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് ആ കെയുടെ വാല്യൂ രണ്ടാമത്തതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നോക്കാം. k plus 1 by k minus 2 equal to 0. അതെങ്ങനെ സോൾവ് ചെയ്യാം? k plus 1 by k ഞാൻ ആദ്യം തന്നെ നമുക്കൊന്ന് സോർട്ട് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വെക്കാം. അപ്പോൾ കെനെ നമുക്ക് k/1 ആക്കി എഴുതിയാൽ എങ്ങനെ വരും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ k ഇൻറ്റു k സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 1 1 ബൈ k. അപ്പോൾ k സ്ക്വയർ പ്ലസ് 1 ബൈ k. ഈ -2 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ +2 ആവും. അപ്പോൾ k സ്ക്വയർ പ്ലസ് 1 ബൈ k ഈക്വൽ ടു 2 എന്ന് വരും. ഇനി ഡിവിഷനിലുള്ള k കൊണ്ട് അപ്പുറത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2k ആയിട്ട് മാറും. അപ്പോൾ k സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 2k എന്ന് വരും. ഇനി 2kനെ ഇപ്പുറത്തോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ -2k ആവും. k സ്ക്വയർ -2k പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് വരും. ഈ തന്നിരിക്കുന്നത് k-1 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഷോർട്ടാക്കി k-1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി നമുക്ക് സ്ക്വയർ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആയി പോകും. അപ്പോൾ എന്ത് വരും? k-1 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അതിൽ നിന്ന് -1 അപ്പുറത്തോട്ട് പോകുമ്പോൾ k ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ കെയുടെ വാല്യൂ 1 കിട്ടി. ഇനി ആൻസർ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഈ കെയുടെ വാല്യൂ ആയിട്ടുള്ള 1 നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൻസറിൻ്റെ ഇക്വേഷനിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ k raised to 29 പ്ലസ് 1 by k raised to 29 minus 2. അതിൽ kക്ക് പകരം 1 കൊടുക്കുമ്പോൾ 1 raised to 29 പ്ലസ് 1 by 1 raised to 29 minus 2 എന്ന് വരും. 1ന് എന്ത് പവർ വന്നാലും 1 ആണ് ആൻസർ. അപ്പോൾ 1 പ്ലസ് 1 by 1 എന്ന് വരും. അതിന് 1 by 1 1 ആണ് ആൻസർ. അപ്പോൾ 1 പ്ലസ് 1 പിന്നെ -2. 1 plus 1 2 ആണ്. 2 minus 2 0 വരും നമ്മുടെ ആൻസർ. അപ്പോൾ ആൻസർ D ആണ്. ഓപ്ഷൻ D ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16/4 is equal to 74. 35/7 is equal to 85. 55/5 is equal to 1011 ആയാൽ 49/7 എത്രയായിരിക്കും? അപ്പോൾ ഇതൊരു പാറ്റേണിലാണ് ഇവർ ഇതിൻ്റെ ആൻസർ കൊണ്ടുവന്നിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം 16/4 എടുക്കാം. അതിൽ 16ലുള്ള ഡിജിറ്റ്സ് ആയിട്ടുള്ള 1ഉം 6ഉം ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ആൻസറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ 16/4 എന്ന് പറയുന്ന ആ ഒരു ആക്ച്വൽ ഡിവിഷൻ ചെയ്യുമ്പോഴുള്ള 4 എന്ന് പറയുന്ന ആൻസറാണ് നമ്മുടെ ഫൈനൽ ആൻസറിൻ്റെ രണ്ടാമത്തെ ഡിജിറ്റ് ആയിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ അടുത്തത് നോക്കാം. 35/7. 3ഉം 5ഉം കൂടി ആഡ് ചെയ്തു. ഫസ്റ്റ് ഡിജിറ്റ് 8 കിട്ടി. 35/7 ചെയ്തു. സെക്കൻഡ് ഡിജിറ്റ് 5 കിട്ടി. 35/7 5 ആണ്. അപ്പോൾ 85 ആൻസർ കിട്ടി. അടുത്തത് 55/5. അപ്പോൾ എന്ത് ചെയ്യണം? 5ഉം 5ഉം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ 10 ആൻസറിൻ്റെ ഒരു ഭാഗം കിട്ടി. ഇനി 55/5 എന്ന് പറയുമ്പോൾ 11 ആൻസർ വരും. അപ്പോൾ അത് നമ്മുടെ ആൻസറിൻ്റെ അടുത്ത പാർട്ടായിട്ട് എഴുതി. ഫൈനൽ ആൻസർ 1011 വന്നു. ഇനി അടുത്ത് 49/7 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4ഉം 9ഉം അത് ആഡ് ചെയ്യണം. 4ഉം 9ഉം ആഡ് ചെയ്യുമ്പോൾ 13 വരും. അപ്പോൾ ആദ്യത്തെ പോർഷൻ കിട്ടിയ ആൻസറിൻ്റെ. ഇനി 49/7 എന്ന് പറയുമ്പോൾ ആൻസർ 7 വരും. അപ്പോൾ അത് അവസാനത്തെ ഭാഗമാക്കിയിട്ട് എഴുതണം. അപ്പോൾ 137 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക. ഓക്കെ. ഇനി അപ്പോൾ ആൻസർ ഓപ്ഷൻ B 137. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ x-1/x is equal to 1/2 ആയാൽ x not equal to 0 എന്തായിരിക്കും 4x² പ്ലസ് 4/x² വില? അപ്പോൾ x-1/x is equal to 1/2 എന്ന് തന്നിരിക്കുന്ന ആ ഇക്വേഷന് നമ്മൾ സ്ക്വയർ ഉള്ള ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിയാലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോർമാറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ രണ്ട് സൈഡും ഒന്ന് സ്ക്വയർ ചെയ്യും. സ്ക്വയർ ചെയ്ത് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ തന്നിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ട ഭാഗത്തേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. നോക്കാം നമുക്ക്. x-1/x ഈക്വൽ ടു 1/2 ആണ് തന്നേക്കണേ. ആദ്യം ഈ ഒരു ഇക്വേഷൻ അറേഞ്ച് ചെയ്യാൻ പോകണം നമ്മൾ. അതായത് ഈ
ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് 1/2 ഉണ്ടല്ലോ, ആ 1/2ലുള്ള 2നെ നമുക്ക് ഡിവിഷനായിട്ട് നിൽക്കുന്ന 2നെ കളയാനായിട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇക്വേഷൻ്റെ ഒരു സൈഡിൽ എന്തെങ്കിലും ചെയ്താൽ അത് രണ്ട് സൈഡിലും ചെയ്യണം, എന്നാലാണ് ഇക്വേഷൻ ബാലൻസ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ 1/2 എന്ന് എഴുതിയേക്കണ പോർഷനിൽ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ x - 1/x എന്ന് പറഞ്ഞ പോർഷനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എങ്ങനെ വരും, എക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x മൈനസ് 1/xനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/x ഈക്വൽ ടു അവിടെ അപ്പുറത്ത് 1/2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 2 ക്യാൻസൽ ആയിട്ട് 1 വരും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറി, 2x മൈനസ് 2/x ഇസ് ഈക്വൽ ടു 1 എന്നായി. ഇനി ഈ ഇക്വേഷനെയാണ് നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാൻ പോകുന്നത്, എന്നാലാണ് എക്സ് സ്ക്വയറിൻ്റെ ഒരു ടേം വരുള്ളൂ. ഇനി അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 2x മൈനസ് 2/x ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇത് a മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും, 2x ഹോൾ സ്ക്വയർ. 2x ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4x സ്ക്വയർ. പിന്നെ രണ്ടാമത്തെ ടേമിൻ്റെ സ്ക്വയർ ആണ് എഴുതിയിരിക്കുന്നത്, അതായത് 2/xൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4/x സ്ക്വയർ. പിന്നെ മൈനസ് 2ab ആണല്ലോ നമുക്ക് വേണ്ടത്, അപ്പോൾ മൈനസ് 2 ഇൻറ്റു 2x ഇൻറ്റു 2/x വരും ഈക്വൽ ടു അപ്പുറത്ത് 1 സ്ക്വയറിൻ്റെ സ്ക്വയർ 1 തന്നെ. ഇനി ഇതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ 4x സ്ക്വയർ പ്ലസ് 4/x സ്ക്വയർ, ഇവിടുത്തെ എക്സും എക്സും ക്യാൻസൽ ആയിപ്പോൾ, ലാസ്റ്റ് ടേമിൽ എക്സും എക്സും ക്യാൻസൽ ആയിപ്പോൾ ബാക്കി 3 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -8 വരും ഈക്വൽ ടു 1. ഇനി ഇവിടെയുള്ള -8 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോവാണ്. 4x സ്ക്വയർ പ്ലസ് 4/x സ്ക്വയർ ഈക്വൽ ടു 1, -8 അപ്പുറത്ത് പോകുമ്പോൾ +8, അപ്പോൾ 1 + 8 ആൻസർ 9 വരും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, 9 ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വൃത്തത്തിന്റെ ആരം 50% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർധനവുണ്ടാകും? നിങ്ങൾക്ക് ഇതൊരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ഫോർമുല ഉണ്ട്, എത്ര ശതമാനം ഏരിയ അഥവാ വിസ്തീർണം വർദ്ധിച്ചു എന്ന് അറിയാനായിട്ട്. 2x + x² / 100 ആണ് ആ ഇക്വേഷൻ. അതിൽ x എന്ന് പറയുന്നത് എത്ര ശതമാനം ആരം എത്ര ശതമാനം വർദ്ധിച്ചു എന്നുള്ളതാണ് നമ്മൾ എന്തിൽ കൊടുക്കേണ്ടത്, എക്സിന്റെ വാല്യൂ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ എക്സ് 50 ആണ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 50 പ്ലസ് 50² / 100 അങ്ങനെ വരും. അപ്പോൾ 2 ഇൻറ്റു 50 100 പ്ലസ് 50ൻ്റെ സ്ക്വയർ 2500/100. അപ്പോൾ 100ലെ 2 0, 2500ലെ 2 0 ക്യാൻസൽ ആയിട്ട് ബാക്കി 25. അപ്പോൾ 100 + 25 125% വിസ്തീർണത്തിൽ ഉണ്ടാകുന്ന വർധനവ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി 125%. അടുത്ത ക്വസ്റ്റ്യൻ, രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചി 180 ഡിഗ്രിയോ, 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ വരുമ്പോഴാണ് 180 ഡിഗ്രി ആവേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും, 10 മണിക്കും 11 മണിക്കും ഇടയ്ക്ക് ഒരു തവണ സ്ട്രെയിറ്റ് ലൈൻ വരും. ഏത്, മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും സ്ട്രെയിറ്റ് ലൈൻ വരും. പിന്നെ 11നും 12ൻ്റെ ഇടയ്ക്ക് ഒരു തവണയും കൂടി സ്ട്രെയിറ്റ് ലൈൻ വരും. അതുപോലെ തന്നെ 12ൻ്റെ 1ൻ്റെ ഇടയ്ക്ക് ഒരു തവണയും കൂടി സ്ട്രെയിറ്റ് ലൈൻ വരും. അപ്പോൾ ടോട്ടൽ 3 തവണയാണ് സ്ട്രെയിറ്റ് ലൈനായിട്ട് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും വരിക. ഏത് സമയം, 10 മണിക്കും 1 മണിക്കും ഇടയിൽ. അപ്പോൾ ആൻസർ നമുക്ക് ഓപ്ഷൻ എ 3 എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10 വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ സാധാരണ പലിശ എത്ര ശതമാനം വേണം? അപ്പോൾ നമുക്ക് ഇങ്ങനെ ടൈംസ് ഇത്ര ഇരട്ടി അല്ലെങ്കിൽ ഇത്ര കൂടി എന്ന് പറയുന്നത്, എത്ര ടൈംസ് ഇരട്ടിയായി എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ രീതിയിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, R = എത്ര ടൈംസ് ആണ് അത് കൂടിയത് -1 × 100 എത്ര ഇയറിലാണ് അത് അത്രയും വർധനവ് ഉണ്ടായത് എന്നുള്ളത് ചെയ്താൽ മതി. അപ്പോൾ ടൈംസ് -1 × 100 ഇയർ ആണ് അതിൻ്റെ ഇക്വേഷൻ, റേറ്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇതിൽ എത്ര ടൈംസ് ആണ്, ഇരട്ടി ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്ര ടൈംസ് ആണ്, 2 ടൈംസ് ആണ്. അപ്പോൾ 2 - 1 × 100 എത്ര വർഷം കൊണ്ടാണ് ഇതായത്, 10 വർഷം കൊണ്ട്. അപ്പോൾ ഇയറിൻ്റെ അവിടെ 10 കൊടുക്കുക. അപ്പോൾ 10-ലൊരു 0 100-ലൊരു 0 ക്യാൻസൽ ആയിപ്പോയി, ബാക്കി 2 - 1 1 ആണ്. 1 × 10 10 താഴെ ഒരു 1 ഉള്ളൂ. അപ്പോൾ ആൻസർ, ഫൈനൽ ആൻസർ 10% വരും. ആൻസർ ഓപ്ഷൻ സി ആണ്, 10%. നെക്സ്റ്റ്, 2000 ജനുവരി 1 ശനിയാണെങ്കിൽ 2006 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? അപ്പോൾ ഇത് നമ്മൾ ചെയ്യാനായിട്ട് ഒരു എളുപ്പപ്പണി എന്താണെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ 2000 മുതൽ 2006 വരെ എത്ര
ആകെ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഓഡ് ഡേയ്സ് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഡേയ്സിന്റെ എണ്ണത്തിനെ 7 കൊണ്ട് ഹരിക്കുക. കിട്ടുന്ന റിമൈൻഡർ എത്രയാണോ ആ റിമൈൻഡർ ഇവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ ഡേറ്റ് ഇല്ലേ, ആ ഡേറ്റ് ഇപ്പൊ ശനിയാഴ്ചയല്ലേ, അപ്പൊ ആ നമ്പർ കിട്ടിയ റിമൈൻഡർ ആയിട്ടുള്ള നമ്പർ ശനിയുടെ കൂടെ കൂട്ടുക. അപ്പോൾ ഏത് ദിവസമാണോ വരുന്നത് അതായിരിക്കും നമ്മുടെ ആൻസർ. ഒന്നുകൂടെ പറയാം. ഈ തന്നിരിക്കുന്ന ഇയർ ഈ തന്നിരിക്കുന്ന ഇയർ മൊത്തത്തിൽ നോക്കുക. അത്രയും ഇയറിൻ്റെ അകത്ത് എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഓഡ് ഡേയ്സിന്റെ എണ്ണത്തിനെ 7 കൊണ്ട് ഹരിക്കുക. കിട്ടുന്ന റിമൈൻഡർ ഇതിൽ ആദ്യം തന്നിരിക്കുന്ന തീയതിയുടെ കൂടെ കൂട്ടുക. അപ്പൊ കിട്ടുന്ന തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ കൂട്ടുക. അപ്പൊ കൂട്ടി കഴിഞ്ഞാൽ കിട്ടുന്ന ദിവസം എന്താണോ അതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ ഇവിടെ നോക്കാം. 2000 അപ്പൊ നമുക്ക് ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാനുള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 2006 ഉം 2000 ആണ് തന്നിരിക്കുന്ന വർഷങ്ങൾ. അപ്പൊ അവര് തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. 2006 മൈനസ് 2000 6 വർഷം. അപ്പൊ 6 എന്നുള്ളൊരു നമ്പർ കിട്ടി. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഈ 2000ന്റെ 2006ന്റെ ഇടയ്ക്ക് എത്ര ലീപ്പ് ഇയർ ഉണ്ട് അഥവാ അതിവർഷം ഉണ്ടെന്ന് നോക്കുക. 2000 ഒരു ലീപ്പ് ഇയർ ആണ്, 2004 ഒരു ലീപ്പ് ഇയർ ആണ്. അപ്പൊ ആകെ 2 ലീപ്പ് ഇയേഴ്സ് ആണ് ഇതിന്റെ ഇടയ്ക്ക് ഉള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ വർഷങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് 6 കിട്ടി. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് എത്ര ലീപ്പ് ഇയർ ഉണ്ട് എന്നുള്ളത് കിട്ടി 2. ഇത് രണ്ടും കൂടി കൂട്ടുക. അതായത് ഈ 6ഉം ഈ 2ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഓഡ് ഡേയ്സ് കിട്ടും. അപ്പോൾ ടോട്ടൽ ഓഡ് ഡേയ്സ് കിട്ടാൻ 6ഉം 2ഉം കൂടി കൂട്ടി 8 കിട്ടി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓഡ് ഡേയ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 7 കൊണ്ട് ഹരിച്ചിട്ടുള്ള ശിഷ്ടം കണ്ടുപിടിക്കുക. അപ്പൊ 8നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ എന്തായാലും ശിഷ്ടം 1 ആണ് വരിക. ഇനി ആ 1 നമ്മൾ എന്തിന്റെ കൂടെ ആഡ് ചെയ്യണം? സാറ്റർഡേ അഥവാ ശനിയുടെ കൂടെ ആഡ് ചെയ്യണം. ശനിയാഴ്ചയുടെ കൂടെ 1 കൂട്ടിയാൽ കിട്ടുന്ന ദിവസം ഏതാ? ഞായർ. അപ്പൊ ആൻസർ എന്ത് വരും? സൺഡേ ആണ് ആൻസർ വരും. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രേണി പൂർത്തിയാക്കുക. YEB WFD UHG SKI. ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതായത് ഡിഫിക്കൽട്ട് എന്ന് ഉദ്ദേശിച്ചത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണിത്. ഇതിന്റെ പാറ്റേൺ നോക്കി കണ്ടുപിടിച്ച് ചെയ്യാനായിട്ട് കുറച്ച് ടൈം നമുക്ക് പോവും. അപ്പൊ ആദ്യം YEB എന്ന് പറയുന്നതിന്റെ ഓരോ ലെറ്റേഴ്സിന്റെയും ഏത് പൊസിഷനിലുള്ള ലെറ്റേഴ്സ് ആണെന്ന് നോക്കാം. Y എന്ന് പറയുന്നത് 25ാമത്തതാണ്. E എന്ന് പറയുന്നത് 5th ലെറ്റർ ആണ്, അല്ലെങ്കിൽ 5th ആൽഫബറ്റ് ആണ്. B 2ാമത്തെ ആൽഫബറ്റ് ആണ്. അപ്പൊ അത് നമ്മൾ ആദ്യം എഴുതി വെച്ചു. ഇനി WFD എന്ന് പറയുന്നതിൽ W 23, F 6, D 4. UHGയില് U 21, H 8, G 7. അടുത്തത് SKYയില് S 19, K 11, I 9. അപ്പൊ ഈ തന്നിരിക്കുന്ന നാല് ശ്രേണിയിലുള്ള 4 ടേംസിന്റെയും ഈ പൊസിഷൻസ് നമ്മൾ എഴുതി വെച്ചു. ഇനി ഇതിന്റെ ഒരു റിലേഷൻ നിങ്ങൾ നോക്കുക. ആദ്യത്തെ ടേംസ് നോക്കിയേ. ആദ്യത്തെ ടേംസിൽ ആദ്യം 25, പിന്നെ 23, 21, 19. അതായത് 2 വെച്ച് കുറഞ്ഞിട്ടാണ് ആദ്യത്തെ ലെറ്ററുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും? സ്വാഭാവികമായിട്ടും 25, 23, 21, 19. അപ്പൊ ഇനി 2 കുറച്ച് കഴിഞ്ഞാൽ 17ാമത്തെ ഡിജിറ്റ് ആയിരിക്കും, 17ാമത്തെ നമ്പർ ആയിരിക്കും, അതായത് ആൽഫബറ്റ് ആയിരിക്കും നമുക്ക് കിട്ടേണ്ടത്. 17ാമത്തെ ആൽഫബറ്റ് എന്ന് പറയുന്നത് Q ആണ്. അപ്പൊ ഇത് നോക്കിയാൽ തന്നെ Q വെച്ച് സ്റ്റാർട്ട് ചെയ്യണ ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി. നമുക്ക് ആൻസർ ഉറപ്പിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ ഉറപ്പിക്കരുത്. കാരണം അടുത്ത നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഫോർമാറ്റ് നമ്മളൊന്ന് കൺഫേം ചെയ്യണം. ഇനിയിപ്പോൾ ഒരു വേറെ എന്തെങ്കിലും ഫോർമാറ്റ് ആണെങ്കിലും ഉദ്ദേശിക്കണം. അപ്പൊ അടുത്ത നമ്പേഴ്സും കൂടി നോക്കുക. അപ്പൊ 2ാമത്തെ പൊസിഷനിലുള്ള നമ്പേഴ്സ് നോക്കുക. 5, 5ന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 6, 6ന്റെ കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 8, 8ന്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 11. അപ്പോൾ അങ്ങനെ, അതായത് 1 കൂട്ടുന്നു, 2 കൂട്ടുന്നു, 3 കൂട്ടുന്നു. അപ്പൊ അടുത്തതായിട്ട് ഇനി എത്ര കൂട്ടണം? 4 കൂട്ടണം. അപ്പോൾ 11ന്റെ കൂടെ 4 കൂട്ടണം. 11ന്റെ കൂടെ 4 കൂട്ടുമ്പോൾ എത്ര കിട്ടുക? 15. 15ാമത്തെ പൊസിഷനിലുള്ള നമ്പർ ആൽഫബറ്റ് O ആണ്. ഓക്കെ, അപ്പൊ 2ാമത്തെ ആൽഫബറ്റ് O കിട്ടി. ഇനി 3ാമത്തെ പൊസിഷൻ നോക്കുക. 2, 2ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ അടുത്ത 4 കിട്ടുന്നു. 4ന്റെ കൂടെ 3 കൂട്ടുമ്പോൾ അടുത്ത 7 കിട്ടുന്നു. ഇനി 7ന്റെ കൂടെ 2 അഗെയിൻ കൂട്ടുമ്പോൾ 9 കിട്ടുന്നു. അതായത് ആദ്യം 2 കൂട്ടി, പിന്നെ 3 കൂട്ടി, പിന്നെയും 2 കൂട്ടി. അപ്പൊ 2, 3, 2, 3 ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് കൂട്ടിയിട്ടാണ് ഓരോ നമ്പേഴ്സ് അല്ലെങ്കിൽ ആ പൊസിഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇനി 2 കൂട്ടി, 3 കൂട്ടി, 2 കൂട്ടി, പിന്നെയും 3 കൂട്ടണം. അപ്പൊ 9ന്റെ കൂടെ 3 പിന്നെയും കൂട്ടുമ്പോൾ എത്ര വരും? 9 + 3 12 വരും. 12 എന്ന് പറയുന്ന പൊസിഷനിലുള്ള ലെറ്റർ ഏതാണ്? ആൽഫബറ്റ് ഏതാണ്? L ആണ്. അപ്പൊ QOL ആണ് നമുക്കിവിടെ
ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ സി വരും. നെക്സ്റ്റ് ഒറ്റയാനാര്. അപ്പൊ ഇതില് തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ പ്രത്യേകത, ഇതില് 3 11ന്റെ മൾട്ടിപ്പിൾസ് ആണ്, ഒരെണ്ണം മാത്രം 11ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ എങ്ങനെയാണ് ഒരു നമ്പർ 11ന്റെ മൾട്ടിപ്പിൾ ആണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ നമ്പറിലെയും അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓരോ നമ്പർ എടുത്തിട്ട് ആ നമ്പറിലെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡിജിറ്റ്സ് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 11 അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾസോ അല്ലെങ്കിൽ 0 കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്ത് നമ്പറാണ്, 11ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ 11ന്റെ ഫാക്ടർ ആണ് അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ നമ്മൾ അതാണ് 11ന്റെ മൾട്ടിപ്പിൾ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ക്രൈറ്റീരിയ. അപ്പൊ ആദ്യം 875 എടുക്കണം. അപ്പൊ 875 ആദ്യം ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 8ഉം 5ഉം ആദ്യം കൂട്ടി, പിന്നെ 7ന്റെ കൂടെ വേറെ കൂട്ടാനൊന്നുമില്ല. അപ്പോൾ 7 എടുത്തു, അത് മൈനസ് ചെയ്തു. എന്ത് ചെയ്യുന്നു, 8ഉം 5ഉം കൂട്ടിയിട്ട് അതിൽ നിന്ന് 7 മൈനസ് ചെയ്തു. ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നതാണ് ചെയ്യേണ്ടത്. അപ്പൊ 8+5 -7. അപ്പൊ 8+5 13 -7 6. 6 എന്ന് പറയുന്നത് എന്തിന്റെ മൾട്ടിപ്പിൾ അല്ല, 11ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ അതുകൊണ്ട് അതെന്തായാലും 11ന്റെ മൾട്ടിപ്പിൾ അല്ലാതെ മനസ്സിലാക്കുക. 875. അടുത്തത് 976. അതിലാദ്യം 9 9 ആഡ് ചെയ്തു, -7 ചെയ്തു. അപ്പൊ 18 - 7 11. അത് 11ന്റെ മൾട്ടിപ്പിൾ ആണ്. അടുത്തത് 1089. അപ്പൊ 1 + 8 - 0 + 9. അപ്പൊ എന്ത് വരും, 9 - 9. 9 - 9 എന്ന് പറയുമ്പോൾ 0. അപ്പൊ നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയയിൽ ഒന്നില്ലെങ്കിൽ 11 11ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 0 വന്നാലും 11ന്റെ മൾട്ടിപ്പിൾ ആണ് ആൻസർ. അപ്പൊ അത് ഓക്കെ. അടുത്തത് 1067. അതില് 1 6 ആഡ് ചെയ്തു, -0 + 7. അപ്പൊ 7 - 7 എത്ര വരും, 0 വരും. അപ്പൊ ഇതും ഓക്കെയാണ്. അപ്പൊ 976ഉം 1089ഉം 1067ഉം എന്താണ്, 11ന്റെ മൾട്ടിപ്പിൾ ആണ്. പക്ഷെ 875 അല്ല. അപ്പൊ ഒറ്റയാൻ എന്ന് പറയുന്നത് 875 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയിൽ 7ാം പദത്തിന്റെ 7 മടങ്ങ് അതിന്റെ തന്നെ 11ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണ് എങ്കിൽ ആ ശ്രേണിയുടെ 18ാം പദം ഏത്? അപ്പോൾ പറഞ്ഞിരിക്കുന്നത് സമാന്തര ശ്രേണി അഥവാ അരിത്തമാറ്റിക് പ്രോഗ്രഷനിൽ 7ാം പദത്തിന്റെ 7 മടങ്ങ്. അപ്പൊ 7ാം പദം നമുക്ക് A7 എന്ന് മാർക്ക് ചെയ്യാം. 7 മടങ്ങ് എന്ന് പറയുമ്പോൾ 7A7. അത് എന്തിന് തുല്യമാണ്, 11ാം പദത്തിന്റെ 11 മടങ്ങിന്. അപ്പൊ 11ാം പദം A11, അതിന്റെ 11 മടങ്ങ് എന്ന് പറയുമ്പോൾ 11A11. അതായത് 11 × A11. 12 ഈക്വൽ ആക്കിയിട്ട് എഴുതാം. 7A7 = 11A11. ഇനി A7നെ നമുക്ക് ന്റെ ഇക്വേഷൻ വെച്ച് ന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, A + n - 1 × d. അപ്പോൾ ഇവിടെ A7ന്റെ ഇക്വേഷൻ A + 7 - 1 അഥവാ 6d എന്ന് വരും. അപ്പോൾ 7 × A7ന് പകരം എന്ത് എഴുതാം, A + 6d എന്ന് എഴുതാം, ഈക്വൽ ടു 11 × A11ന് പകരം എന്ത് എഴുതാം, ഇതേപോലെ തന്നെ A + 10d എന്നും എഴുതാം. ഇനി 7നെ ഇവിടെ ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. 7A + 7 × 6 42d ഈക്വൽ ടു ഇവിടെ 11നെ ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 11A + 110d എന്ന് വരും. ഇനി നമുക്ക് എല്ലാവരും ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 11Aയുടെ അടുത്തേക്ക് 7Aനെ കൊണ്ടുവരുമ്പോൾ -7A എന്നാവും. 110Dയുടെ അടുത്തേക്ക് 42Dനെ കൊണ്ടുവരുമ്പോൾ -42D എന്നാവും. അപ്പോൾ ഒരു സൈഡ് ഫുള്ള് 0 ആയി പോവും. അപ്പോൾ എങ്ങനെ വരും, 11A - 7A + 110D - 42D = 0 എന്നൊരു ഇക്വേഷൻ. ഇനി 11A - 7A 4A + 110 - 42 68. 68D = 0. ഇനി ഈ രണ്ട് ടേമിലും 4 കോമൺ ഫാക്ടർ ആണ്, പുറത്തേക്ക് എടുക്കണം. അപ്പോൾ 4 × A + 68 ന്ന് 4 പുറത്തേക്ക് വന്നാൽ 17. അപ്പോൾ A + 17D = 0. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷനിലുള്ള കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തേക്കണം 4നെ അപ്പുറത്തോട്ട് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 0 വെച്ച് ഡിവൈഡ് ആയി പോവും. അപ്പോൾ അത് 0 തന്നെയാവും. അപ്പോൾ A + 17D = 0 എന്ന് വരും. A + 17D എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, A18. A18ന്റെ ഇക്വേഷൻ ആണ് A + 17D എന്ന് പറയുന്നത്. അപ്പോൾ A18 = 0. അപ്പോൾ നമുക്ക് 18ാമത്തെ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്, A18. A18 നമുക്ക് ഇപ്പം എന്ത് കിട്ടി, 0 കിട്ടി. അപ്പോൾ ആൻസർ 0 ആണ്. പക്ഷെ ഇതിൽ ഓപ്ഷൻസിൽ നോക്കുമ്പോൾ 0 എന്ന് പറയുന്ന ഒരു ആൻസർ ഇല്ല. അപ്പൊ ആൻസർ ഓപ്ഷൻ D ആണ് വരിക. ഇവ ഒന്നുമല്ല. നെക്സ്റ്റ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഹുറാ, ഹി വോൺ ദ മാച്ച്.
ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഹുറ എന്ന് പറയുന്നത് ഒരു ഇന്റർജങ്ഷൻ ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. ഹുറ എന്ന് പറയുന്നത് ഇന്റർജങ്ഷൻ ആണ്. സിംഗുലർ ഫോം ഓഫ് ദ വേർഡ് ജീൻസ് ഈസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ജീൻസിന്റെ സിംഗുലർ ഫോം ജീൻസ് തന്നെയാണ്. യുവർ മാർക്സ് ആർ ഗുഡ് ബട്ട് യു ക്യാൻ ഡു ഡാഷ്. യൂസ് ദ കമ്പാരിറ്റേറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ്. അപ്പൊ ഗുഡിന്റെ കമ്പാരിറ്റേറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യാനാണ് പറയുന്നത്. അവിടെ സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന ഏതാണ്? ബെറ്റർ ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. യുവർ മാർക്സ് ആർ ഗുഡ് ബട്ട് യു ക്യാൻ ഡു ബെറ്റർ. നെക്സ്റ്റ്, ദ ടെസ്റ്റ് വാസ് ഡാഷ്. ആൻസർ അപ്രോപ്രിയേറ്റ്. യൂസ് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്. ആൻസർ പുട്ട് ഓഫ് ആണ്. അതായത് പോസ്റ്റ്പോൺ ചെയ്യുക അല്ലെങ്കിൽ മാറ്റി വെക്കുക എന്നുള്ളതാണ് അവിടെ അർത്ഥം വരുന്നത്. ടെസ്റ്റ് മാറ്റി വെച്ചു. അപ്പോൾ ദ ടെസ്റ്റ് വാസ് പുട്ട് ഓഫ്. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ്, ദ ഫ്ലൈസ് ഫെൽ ഡാഷ് ദ ഷെൽഫ്. ആൻസർ ഓഫ് ആണ്. ദ ഫ്ലൈസ് ഫെൽ ഓഫ് ദ ഷെൽഫ്. ആൻസർ ഓപ്ഷൻ സി വരിക. അതാണ് കറക്റ്റ് പ്രപ്പോസിഷൻ അവിടെ വരിക. ദ ഇഡിയം വൺസ് ഇൻ എ ബ്ലൂ മൂൺ മീൻസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. റെയർലി എന്ന് പറയുന്ന അർത്ഥം വരുന്നതാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആന്റണിം ഓഫ് ദ വേർഡ് റെഗുലർ ഈസ് ഇറഗുലർ. റെഗുലറിന്റെ വിപരീതം എന്ന് പറയുന്നത് ഇറഗുലർ ആണ്. വി ഡു അവർ വർക്ക് ഡാഷ്. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഡോണ്ട് വി. അപ്പോൾ വി ഡു അവർ വർക്ക് ഡോണ്ട് വി എന്നാണ് അവിടുത്തെ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് വരിക. നെക്സ്റ്റ്, ദ എക്സ്പാൻഷൻ ഓഫ് ഇ ടി സി എക്സെട്ര എന്ന് പറയുന്നതിൻ്റെ നമ്മുടെ എക്സ്പാൻഷൻ എന്താ വരിക? ആൻസർ ഓപ്ഷൻ എ ആണ്. എറ്റ്സിറ്ററ. ഓക്കെ, ഓപ്ഷൻ എ ആണ് അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ്. ഇനി, ദർ ഇസ് എ ലോങ് ഡാഷ് ഇൻ ഫ്രണ്ട് ഓഫ് ദി തിയേറ്റർ. ക്യൂ എന്ന് പറയുന്നതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് QUEUE എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. ദർ വാസ് എ ലോങ് ക്യൂ ഇൻ ഫ്രണ്ട് ഓഫ് ദി തിയേറ്റർ. നെക്സ്റ്റ്, ശരിയായ പദം കണ്ടെത്തുക. മലയാളം ക്വസ്റ്റ്യൻസ് ആണ് ഈ നോക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. അക്ഷൗഹിണി എന്ന് പറയുന്നത് ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, നാഴികയുടെ 60 പങ്കിനെ വിനാഴിക എന്നാണ് പറയുക. നാഴികയുടെ 60 പങ്കിനെ വിനാഴിക എന്നാണ് പറയുക. അടുത്ത്, പിരിച്ചെഴുതുക പരമോച്ച നില. പരമ പ്ലസ് ഉച്ച പ്ലസ് നിലയാണ് പരമോച്ച നിലയെ പിരിച്ചെഴുതിയാൽ കിട്ടുക. അടുത്തത്, ശരിയായ പര്യായ കൂട്ടം കണ്ടെത്തുക. പ്രമാദം എന്നതിൻ്റെ ശരിയായ പര്യായ കൂട്ടം ബി ആണ്. വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ. ഇതൊക്കെയാണ് പ്രമാദത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള പര്യായ കൂട്ടങ്ങൾ. വിപരീത പദം ഏത്? അധ്യാത്മം എന്ന് പറയുന്നതിന്റെ വിപരീതം ഭൗതികം എന്നാണ്. അടുത്തത്, നേരെ വാ നേരെ പോ എന്നർത്ഥമാക്കുന്നത് ഓപ്ഷൻ ബി ആണ്. സത്യസന്ധമായി പെരുമാറുക എന്നുള്ളതാണ് നേരെ വാ നേരെ പോ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത്, ചേർത്തെഴുതുക. മലർ പ്ലസ് കളം പ്ലസ് എഴുതി പ്ലസ് കാത്ത പ്ലസ് ഒരു പ്ലസ് അരജൻ. അപ്പം ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് എഴുതിയാൽ ഓപ്ഷൻ ഡി വരും. മലർക്കളം എഴുതി കാത്തൊരരജൻ എന്ന് ആൻസർ വരും. ഓപ്ഷൻ ഡി. അടുത്ത, വൈരി സ്ത്രീലിംഗം കണ്ടെത്തുക. വൈരിണി എന്നാണ് വൈരിയുടെ സ്ത്രീലിംഗം വരിക. അടുത്തത്, ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് സ്റ്റേജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. ശരിയായ പരിഭാഷ ഏത്? ആൻസർ ഓപ്ഷൻ ഡി. എന്നെ തേടി കവിത വന്നണഞ്ഞത് ആ പ്രായത്തിലാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായത് തിരഞ്ഞെടുക്കുക. ഇതിൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ബി ആണ്. അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി. അതാണ് കറക്റ്റ് ഓർഡർ. അതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ 100ാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പാലക്കാട് ആലപ്പുഴ ജില്ലയുടെ LDC ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലും അതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇനീഷ്യേറ്റീവ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.